ധാർമ്മികത എന്ന് പറയുന്നത് ഒരു കുറച്ച് പ്രാർത്ഥനകളുടെ സംഹിതയല്ല, മറിച്ച് എന്താണ്, ഒരു ജീവിത വിഷയങ്ങളുള്ള ദൈവ കേന്ദ്രീകൃതമായ ഒരു നിലപാടാണ്. അതാണ് ഈ രാജാവ് പറയണത്. നീ എന്നോട് സഹായം ചോദിക്കുന്നു, പക്ഷേ ഞാൻ രാജാവാണ്, എനിക്ക് നിന്നെ സഹായിക്കാം. പക്ഷേ കർത്താവ് നിന്നെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ സഹായം വ്യർത്ഥമാണ്. അത് ഇസ്രയേലിന് അറിയാം. യഹൂദ ജനതയ്ക്ക് മുഴുവൻ ആൾക്കാർ, വെളിപാട് ജനതയാണ് അവർക്ക് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് അവരെന്താ പറയണത്, അവർ പറയും നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ, അല്ലേ? 121 സങ്കീർത്തനം വായിച്ചേ, 121:1 വായിച്ചേ. 121 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ സങ്കീർത്തനമാണ്. കൈ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞേ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അപ്പം ഇത് ഇസ്രയേൽ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചതാണ്. അപ്പം നിങ്ങളെടുക്കണം, ഇപ്പം നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ ഒത്തിരിയേറെ ആൾക്കാർക്ക് അനുഭവങ്ങളും അതിശയങ്ങളും അനുഗ്രഹങ്ങളും സംഭവിക്കും. പക്ഷേ അതിനെല്ലാം ഓരോ വ്യക്തികളാണ് ദൈവം ഉപയോഗിക്കണത്. പക്ഷേ നിങ്ങളെ സഹായിക്കണത് ആ വ്യക്തികളല്ല. ആരാണ് സഹായിക്കണത്? കർത്താവാണ് സഹായിക്കണത്. നിങ്ങൾ അറിഞ്ഞിട്ട് കർത്താവിനേക്കാൾ വലിയ ഭക്തി ആ വ്യക്തികൾക്ക് കൊടുക്കും. അങ്ങനെയാണ് നിങ്ങൾ പണി മേടിക്കണത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഉടമ്പടിയോട് കൂടി ഒത്തിരി പേര് നിങ്ങളെ സഹായിക്കും. ഒരു കാലത്തും ബന്ധമില്ലാത്ത, കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ സഹായിക്കും. പക്ഷെ സഹായിക്കണത് എങ്ങനെയാണ്? പക്ഷെ ആ സമയത്ത് എന്താ സംഭവിക്കണത്? കർത്താവാണ് അവരെ നിങ്ങളെ സഹായിക്കണമെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. കാര്യം ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ദൈവങ്ങളൊന്നുമില്ല. കാണുന്നവരെല്ലാം ഭഗവാനാണെന്ന് പറയുന്നത് പൊതുധാരണയിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ വരുന്ന പ്രോബ്ലം എന്ന് പറയണത്, നമ്മൾ ഈ ചത്തുപോണ മനുഷ്യർ പലപ്പോഴും നമ്മളൊന്ന് സഹായിച്ചെന്നും പറഞ്ഞ് നമ്മൾ ഉടനെ എടുത്തവരെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെക്കും. നിങ്ങളെനിക്ക് ദൈവത്തെ പോലെയാണെന്ന് പറയും. അങ്ങനെ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാരകമായ പാപം, 1-ാം പ്രമാണ ലംഘനമാണ്. അതായത് നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സ്ഥാനം അറിഞ്ഞോ അറിയാതെയോ അലപരാധികളായ മനുഷ്യർക്ക് കൊടുക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആരായാൽ തന്നെയും നിങ്ങൾ ദൈവത്തോട് മാപ്പ് ചോദിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഒരു സഹായം കിട്ടിയതിന്റെ പേരിൽ നിന്നെ മറന്ന് നിന്റെ മഹത്വം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലെ ഞാൻ ആ തിന്മ ആവർത്തിക്കയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പിനായി അപേക്ഷിക്കുന്നു. ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് അനുദപിക്കാനുള്ള അവസരമാണ്. ഉടമ്പടി 2016 15 ആദ്യം തരുമ്പോൾ കർത്താവിൻ്റെ ഉടമ്പടിയുടെ അടിസ്ഥാന വചനം എന്തായിരുന്നു അറിയാവോ? എന്താണ്? അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. യെശയ്യാ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ. ആദ്യത്തെ ഒരു പാപം ചെയ്തവരായിരിക്കാം നമ്മൾ. പക്ഷെ നമുക്ക് അനുതപിക്കാനുള്ള ഇതുപോലുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അത് കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഹെബ്രായർ 12:17. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ. ആളുടെ കാര്യമാണ്, ഏശാവിൻ്റെ കാര്യമാണ്. ഒരു ഗ്ലാസ് പാൽപ്പായസത്തിന് വേണ്ടി കടിഞ്ഞൽ അവകാശം വിറ്റ ഒരു പന്നിയാണ് ആ മനുഷ്യൻ. അവന് പിന്നീട് ബോധമുണ്ടായി. വിശപ്പ് വന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തെ മറന്നു പോയെങ്കിലും
വിശപ്പ് കഴിഞ്ഞപ്പോൾ 2 ഏമ്പക്കം വിട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ബോധം വന്നു. പക്ഷെ അങ്ങനെ ബോധം വന്നിട്ട് കാര്യമില്ല. പിന്നീട് പുള്ളി കരഞ്ഞ്. പക്ഷേ പിന്നീട് അവകാശം പ്രാപിക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്താ പക്ഷേ വചനം എന്താ പറയണത്? അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. ദാറ്റ്സ് എ പോയിന്റ് എന്ന് പറഞ്ഞ കണ്ണീരോടെ അവനത് അനുതാപം ആഗ്രഹിച്ചെങ്കിലും അവകാശം ആഗ്രഹിച്ചെങ്കിലും അനുതപിക്കുവാൻ അവന് അവസരം കിട്ടിയില്ല. അപ്പൊ അനുതപിക്കാനുള്ളത് ഒരു അവസരമാണ്. നിങ്ങൾക്ക് ദൈവം ഓരോ അവസരങ്ങൾ തരും. എന്നിട്ട് ആൾക്കാരെന്ത് ചെയ്യും? നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. നാളെ ശരിയാക്കാം, ഞാനിപ്പോൾ തിന്മയിൽ ജീവിക്കുകയാണ്, നാളെ ശരിയാക്കാമെന്ന് പറയും. അത് പ്രഭാഷകൻ എന്താ പറയുന്നത്? 7 നാളെ എന്ന് മാറ്റി വെക്കരുത്. ടേക്ക് ദ വെള്ളം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രഭാഷകൻ 5:7 കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ എന്ന് നീട്ടിവയ്ക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. ഇപ്പം കർത്താവിൻ്റെ തിരിയാൻ, ദൈവത്തിലേക്ക് തിരിയാൻ ചില ആൾക്കാരില്ല, പത്രം കൊണ്ടുപോയി അലമാരിയുടെ മോളിൽ വെച്ചിട്ട് കറങ്ങി നടക്കും. അവിടെ ചെന്നപ്പോൾ അച്ഛനെ കണ്ടില്ല. കുമ്പസാരം ഞങ്ങളുടെ നാട്ടിൽ കുമ്പസാരം, ഞങ്ങളുടെ ഇടവക കുമ്പസാരം 1-ാം ഞായറാഴ്ചയും ശനിയാഴ്ചയും 3-ാം ശനിയാഴ്ചയുമാണ്. ഇങ്ങനെയൊക്കെ ഉടായ്പ പറഞ്ഞു നടക്കും. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ചേട്ടത്തി പറഞ്ഞേ, ഞങ്ങളുടെ ഇടവകയിലെ അച്ഛന് കുമ്പസാരത്തിന് ഇരിക്കണത് മുഴുവനും 1, 3 പക്ഷേ ഞാൻ എൻ്റെ മക്കളും കൂടി വിളിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് മക്കൾക്ക് കുമ്പസാരിക്കണം. അപ്പം പിന്നെ ഇപ്പം ഞങ്ങൾ ആഴ്ച കുമ്പസാരിക്കും. കണ്ട, അത് എന്ത് തീഷ്ണതയാണ്. അത് വരുമ്പോൾ കത്തോലിക്കൽ ശ്രദ്ധിക്കുക, മറ്റു സഭക്കാർ അവരുടെ സഭയിലുള്ള വിശുദ്ധീകരണ നടപടികൾ സ്വീകരിക്കുക. പക്ഷേ ഒന്നും മാറ്റി വെക്കരുത്. നിങ്ങളുടെ അലംഭാവം കൊണ്ട്, നിങ്ങളെ പള്ളിയുടെ മുതുകത്ത് പഴിചാരിക്കൊണ്ട് നിങ്ങളുടെ സ്കൂട്ടാകണതാണ്. ദൈവത്തിനറിയാമത് ഉടായിപ്പാണെന്ന്. അപ്പം അത് ദൈവത്തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ ഈ മറച്ച് കളിയും ഒളിച്ച് കളിയും നടക്കും. ദൈവത്തിരുസന്നിധിയിൽ ഒരു നടക്കണില്ല. നിങ്ങളെ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഇന്നത് കൊണ്ടാണ് തീരുമാനിക്കണം ദൈവത്തിന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനുഷ്യന്മാരുടെ പെരുമാറുന്ന പോലെ ദൈവത്തിൻ്റെ അടുത്ത് പെരുമാറി പണി മേടിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ പരിശുദ്ധരേ പരമോന്നതാ യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിനായി അറിവോടെ നോക്കണമേ. അപ്പോൾ ഇതൊരു അവസരമാണ്. അല്പമെങ്കിലും അനുതാപം ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ തോന്നിയാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കാൻ തുടങ്ങിയെന്നതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കണം. അല്ലാതെ എനിക്ക് പാപത്തേക്ക്, നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പാപത്തെക്കുറിച്ച് ദുഃഖം തോന്നിയെന്ന് അല്ല സംഭവിക്കണത്. അല്പമെങ്കിലും നിങ്ങൾ ചെയ്തു പോയതിൻ്റെ കുറിച്ചൊരു മനസ്താപം നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ അതിൻ്റെ അർത്ഥം സഹായകനായ പരിശുദ്ധാത്മാവ് ഓൾറെഡി അവൻ്റെ ജോലി തുടങ്ങിയെന്നാണ്.